ഹായ്, ഞാൻ ആര്യ, ഗാനഡോറിന്റെ കഥകളുടെ വഴികാട്ടി. ചരിത്രത്തിലെ മറവികൾ തേടി ഞാൻ വരുന്നു, കഥ പറയാൻ, അനുഭവിപ്പിക്കാൻ. എല്ലാ കഥകളും സത്യവും സ്വപ്നവും ചേർന്നുള്ള യാത്രകളാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കടലാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിൽ 1769 മെഡിറ്ററേനിയൻ കടലിലെ കൊർസിക്ക ദ്വീപിൽ ജനിച്ച ഒരു കുഞ്ഞ്. അവൻ ഭാവിയിൽ ലോകത്തെ നടമിക്കുന്ന ചക്രവർത്തിയാകും എന്ന് ആരും കരുതിയിരുന്നില്ല. പാവപ്പെട്ട കുടുംബം, പഠനത്തിനും ജീവിക്കും പോരാട്ടനും. പക്ഷേ ബാലനിലെ കണ്ണുകളിൽ ഒരു തീ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ചരിത്രത്തിൽ ഒരു സ്ഥാനം നേടും എന്ന പ്രതിജ്ഞ. പുസ്തകങ്ങൾ, ചരിത്രം, പോരാട്ടങ്ങളുടെ കഥകൾ, ഇവയാണ് അവൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ. ചെറുതായ ശരീരവും വെറുതെ പോകാത്ത മനസ്സും അവനെ കൂട്ടുകാരിൽ നിന്ന് വേറിട്ടു നിർത്തി. കാലം നീങ്ങി. ഫ്രാൻസിലെ സൈനിക അക്കാദമിയിൽ അദ്ദേഹം എത്തി. അവിടെ ഫ്രഞ്ച് ഭാഷയിലെ അവൻ്റെ താളം പോലും കളിയാക്കപ്പെട്ടു. കോഴ്സിക്കക്കാരൻ എന്ന് മറ്റുള്ളവർ പരിഹസിച്ചു. 1789 ഫ്രഞ്ച് വിപ്ലവം. രാജ്യത്തിൻ്റെ നിലം ചലിച്ചു. ആ തിരിമറികളിൽ യുവാവ് തൻ്റെ കഴിവ് തെളിയിച്ചു. വെടിയുണ്ടകൾ മുഴങ്ങുന്ന തെരുവുകളിൽ അദ്ദേഹം ഒരു പുതിയ മുഖം ആയി ഉയർന്നു. ഒറ്റയാണ്. ചരിത്രം പലപ്പോഴും ഒറ്റക്കുള്ളവരുടെ ഹൃദയത്തിലൂടെയാണ് തീ പടരുന്നത്. ഫ്രാൻസിൻ്റെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഒരു മനുഷ്യൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു. അവൻ്റെ പേര് നാപ്പോളിയൻ ബോണപ്പാർട്ട്. അവൻ കേവലം 24 വയസ്സുകാരൻ മാത്രമായിരുന്നു. പക്ഷേ കണ്ണുകളിൽ തീയും ഹൃദയത്തിൽ ധൈര്യവും നിറഞ്ഞിരുന്നു. തോക്കുകളുടെ ശബ്ദം, ഗൺപൗഡറിൻ്റെ മണം. അവിടെ കൊച്ചു ഓഫീസർ തൻ്റെ ധൈര്യത്താൽ, തൻ്റെ മികവിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. 1790കളുടെ അവസാനം. ഫ്രാൻസ് കലഹത്തിലും വിപ്ലവത്തിലും മുങ്ങിക്കിടന്നു. രാജ്യത്തിന് പുതിയൊരു നായകൻ വേണമെന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് ചെറുപ്പക്കാരനായ ഒരു സൈനിക ഓഫീസർ, നാപ്പോളിയൻ ബോണപ്പാർട്ട്, ചരിത്രത്തിലേക്ക് ആദ്യമായി കടന്നു വന്നു. 1793 ടൂലോൺ നഗരത്തിലെ യുദ്ധം. ഇംഗ്ലീഷ് സൈന്യം പിടിച്ചെടുത്ത പട്ടണം തിരിച്ചെടുക്കാൻ ഒരു ചെറുപ്പക്കാരൻ ആസൂത്രണം ചെയ്ത ആക്രമണം വിജയം നേടി. ആ ദിവസം ഫ്രാൻസ് മുഴുവൻ അറിഞ്ഞു. ഒരു പുതുതായി ഉയർന്നുവരുന്ന താരത്തെ, നാപ്പോളിയനെ. അവൻ ഒരു സാധാരണ സൈനികനല്ല, ഒരു സാമ്രാജ്യത്തെ ഉയർത്താൻ വിധിക്കപ്പെട്ട ആളായിരുന്നു. വിജയങ്ങളുടെ പരമ്പര തുടർന്നു. തകർന്ന സൈന്യത്തെ പ്രചോദിപ്പിച്ച് വലിയ സാമ്രാജ്യങ്ങളെ പോലും നടമിച്ച വിജയങ്ങൾ. 1796 ഫ്രാൻസ് വിറയ്ക്കുന്ന കാലം. വിപ്ലവത്തിന് ശേഷമുള്ള രാജ്യം കലഹവും ഭീതിയും നിറഞ്ഞിരുന്നു. അന്നാണ് 26 വയസ്സുള്ള ഒരു യുവജനന്, നാപ്പോളിയൻ ബോണപ്പാർട്ടിന് അവസരം ലഭിച്ചത്. ഇറ്റലിയിലെ സൈന്യത്തിന് നേതൃത്വം നൽകാൻ. ഇറ്റലിയിലെ മലനിരകളിലൂടെ അവൻ്റെ സൈന്യം പടർന്നു. യുദ്ധഭൂമിയിൽ ഒരിക്കൽ പിന്നാക്കം നിന്നവർ അവൻ്റെ നേതൃത്വത്തിൽ സിംഹങ്ങളായി മാറി. ഓരോ വിജയവും അവനെ ഫ്രാൻസിൻ്റെ നായകനാക്കി ഉയർത്തി. 1798 നാപ്പോളിയൻ തൻ്റെ ദർശനം യൂറോപ്പിൻ്റെ അതിർത്തികൾക്ക് പുറം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. പിരമിഡുകളുടെ നാട്, മണൽക്കാറ്റും സൂര്യൻ്റെ തീയും നിറഞ്ഞ മരുഭൂമി. അവിടെ അവൻ്റെ സൈന്യം പോരാടി. എന്നാൽ എല്ലാ വിജയങ്ങളും അവൻ്റെ കൈകളിൽ എത്തിയില്ല. നൈൽ നദിയിൽ ബ്രിട്ടീഷ് നാവികസേന നെൽസന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് കപ്പലുകൾ നശിപ്പിച്ചു. മരുഭൂമിയിൽ വിജയിച്ചിരുന്ന നാപ്പോളിയൻ കടലിൽ പരാജയം നേരിടേണ്ടി വന്നു. പക്ഷേ അതുപോലും അവനെ തടുക്കാൻ ആരും കഴിഞ്ഞില്ല. തിരിച്ച് ഫ്രാൻസിലേക്ക് വന്നപ്പോൾ രാജ്യം കലാപത്തിലും ദുർബല ഭരണത്തിലും മുങ്ങിയിരുന്നു. അവിടെ 1799 ചരിത്രം മാറുന്നൊരു തീരുമാനം എടുത്തു. അവൻ ഭരണകൂടത്തെ അട്ടിമറിച്ചു. കോൺസുലേറ്റ് ജനിച്ചു. നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ ആദ്യ കോൺസൽ. 1804 പാരീസ് നോത്രഡാം കത്തീഡ്രൽ. ലോകം മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ ഒരു സാധാരണ സൈനികൻ രാജാവായി ഉയരാൻ പോകുന്നു. പോപ്പ് സ്വയം അദ്ദേഹത്തെ കിരീടം ചൂടിക്കാനെത്തി. പക്ഷേ നാപ്പോളിയൻ കിരീടം പിടിച്ചെടുത്തു, തൻ്റെ തലയിൽ വെച്ചു. അത് ഒരു ചടങ്ങ് മാത്രമല്ലായിരുന്നു. എൻ്റെ ശക്തി ദൈവത്തിൻ്റെ കയ്യിൽ നിന്നല്ല, എൻ്റെ പോരാട്ടത്തിൽ നിന്നാണ് എന്ന പ്രഖ്യാപനം. പുതിയ നിയമങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥകൾ, വിദ്യാഭ്യാസ പുനർനിർമ്മാണം. അവൻ വെറും യുദ്ധാധിപൻ അല്ല, ഒരു നിർമ്മാതാവുമായിരുന്നു. നെപ്പോളിയൻ കോഡ് ജനിച്ചു.
ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിയമങ്ങളുടെ അടിസ്ഥാനം. പക്ഷേ കിരീടത്തിൻ്റെ ഭാരം, പോരാട്ടത്തിൻ്റെ തീ ഇവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരിക്കലും അകലാതെയിരുന്നു. അവൻ്റെ സാമ്രാജ്യം, അവൻ്റെ മഹത്വം എല്ലാം ഇനി യുദ്ധത്തിൻ്റെ വേദിയിലേക്കാണ് നീങ്ങിയത്. യൂറോപ്പിൻ്റെ ഭൂപടം ഓരോ ദിവസവും മാറ്റം വരുത്തി. നാപ്പോളിയൻ്റെ സൈന്യം, ഗ്രാൻഡ് ആർമി, പുല്ലും മരവും പോലും നടുങ്ങുന്ന വിധം കുതിച്ചുകയറി. ഓസ്റ്റർലിറ്റ്സ് 1805. 3 ചക്രവർത്തിമാരുടെ യുദ്ധം. റഷ്യ, ഓസ്ട്രിയ, ഫ്രാൻസ്, 3 മഹാശക്തികൾ നേർക്ക് നേർ. നാപ്പോളിയൻ്റെ തന്ത്രങ്ങൾ മേഘങ്ങൾ പോലെ ചലിച്ച് ഇടിമിന്നലിനെ പോലെ വീണു. ഫ്രാൻസ് ജയിച്ചു. ലോകം വിരിച്ചു. നെപ്പോളിയൻ അജയ്യനാണ് എന്ന വാർത്ത യൂറോപ്പിൻ്റെ നഗരങ്ങളിൽ മുഴങ്ങി. ഓരോ രാജ്യവും അദ്ദേഹത്തിന് മുന്നിൽ തലകുനിച്ചു. റഷ്യ വീണു. ഇറ്റലി കീഴടങ്ങി. സ്പെയിൻ്റെ സിംഹാസനം പോലും അദ്ദേഹത്തിൻ്റെ കീഴിലായി.